ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു കുക്കിംഗ് റെസിപ്പി എന്താണെന്നല്ലേ, ചില്ലി ചിക്കൻ. ഞാൻ എങ്ങനെയാണ് ചില്ലി ചിക്കൻ ആദ്യമായിട്ട് വെച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, സോയാ സോസ്, പെപ്പർ, കോൺഫ്ലവർ, മൈദ. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനൊരു മുട്ടയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. കാര്യം എൻ്റെ കയ്യിൽ കിട്ടിയ മുട്ട നല്ല വലുപ്പമുള്ളതായിരുന്നു. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്കെടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അത് മസാല മൊത്തം നമ്മളെ ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിലോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ വെക്കാം. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം, ഓണിയൻ, ഗാർലിക്, ചില്ലിയൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് നമ്മളിത് കറി റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കുറച്ചുകൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എൻ്റെ വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണുക, ലാസ്റ്റ് വരെ കാണുക. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ബാക്കി വരുന്ന ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ടാണ് ഈ ചിക്കൻ എല്ലാം ഫുൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് എല്ലാം അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിലോട്ട് ആദ്യം ഞാൻ ഗാർലിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗാർലിക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. ആ ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഞാനൊരു ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒഴിക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ച് അത് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ചില്ലി സോസാണ്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടൊമാറ്റോ സോസിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പൊടിക്കൈ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഇവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഇതിലോട്ടിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് ആ മസാലയിലോട്ട് പിടിക്കാനായിട്ട്, ആ സോസൊക്കെ ആ ചിക്കനിലോട്ടൊന്ന് പിടിക്കാനായിട്ടൊന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ പൊടി എടുക്കുക. അത് കുറച്ച് വെള്ളം ഇട്ടിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സെമി ഗ്രേവി, ഒരു ചെറിയ ടൈപ്പ് ഗ്രേവി ഉള്ള ഒരു ചില്ലി ചിക്കനാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അതാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ അതും ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടയില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ, അതൊന്ന് പിടിച്ച് വരുമ്പോൾ തന്നെ നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മല്ലിയും കൂടെ നമുക്ക് ഈ നമ്മളെ ചില്ലി ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രയൽ ഉണ്ടാക്കിയതാണ്. അപ്പം എൻ്റെ റെസിപ്പി
ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനിത് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണെങ്കിലും ട്രൈ ചെയ്യാം. താങ്ക് യു.